ഹായ് ഓൾ, നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ വെബ് സർവീസ് കണ്ടിന്യൂ ചെയ്യാം. സോ നെക്സ്റ്റ് വരുന്നത് വെബ് സർവീസ് കമ്പണൻറ്റ്സ്. ഓക്കെ, വെബ് സർവീസിൽ വരുന്ന കമ്പണൻറ്റ്സ് ആണ് XML, RPC, SOAP, WSDL, UDDI. Okay. So RPC means remote procedure call. നമ്മൾ ജാവയിലൊക്കെ അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് RPC? റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ സെർവറിൽ പോയിട്ട് മെസ്സേജ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, ദാറ്റ് മീൻസ് നമ്മളുടെ മെത്തേഡ്സിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RPC യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് XML RPC. ദാറ്റ് മീൻസ് XML RPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, സോ വെബ് സർവീസ് എന്താണ്, നമുക്ക് ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി ബിറ്റ്വീൻ ലാംഗ്വേജസ് പോസിബിൾ ആക്കും. അപ്പോൾ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടും ഏത് ലാംഗ്വേജിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതൊന്നും ഇവിടെ ഒരു ഇഷ്യൂ അല്ല. ഓക്കെ, നമുക്ക് ഏത് ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്ത പ്രൊസീജിയർ ആണെങ്കിലും നമുക്കതിനെ ഏത് ലാംഗ്വേജിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അതാണ് XML RPC. ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചപ്പോൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, so XML RPC is the simplest web service approaches that makes it easy for computers to call procedures on other computers. Okay, procedures call ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? RPC, റിമോട്ട് പ്രൊസീജിയർ കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, procedures on other computers. Okay, then XML RPC യൂസ് ചെയ്യുന്നത് ഏതാണ്? HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ് യൂസ് ചെയ്യുന്നത്. XML RPC uses the HTTP protocol to pass information from client computer. Okay, ക്ലയൻറ്റ് കമ്പ്യൂട്ടറിന് എന്താണ്, സെർവർ കമ്പ്യൂട്ടറിലേക്ക് XML RPC മെസ്സേജ് പാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഏതാണ്? HTTP ആണ്. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. നെക്സ്റ്റ് പോയിൻ്റ് എന്താ പറയുന്നത്? XML RPC യൂസസ് എ സ്മോൾ XML vocabulary to describe the nature of request and responses. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റിൻ്റെയും റെസ്പോൺസിൻ്റെയും എന്താണ് ആ ഒരു സ്ട്രക്ചർ ഓക്കെ XML RPC യൂസ് ചെയ്യുന്നുണ്ട്. XML RPC ക്ലയൻറ്റ് സ്പെസിഫൈസ് എ പ്രൊസീജിയർ നെയിം. ഓക്കെ, അപ്പം എന്താണ് XML RPC ക്ലയൻറ്റ് ഒരു പ്രൊസീജിയർ നെയിമും പിന്നെന്താണ് ഏത് പ്രൊസീജിയറാണ് അതിനെ ഇൻവോക്ക് ചെയ്യേണ്ടത്, അതിനോടൊപ്പം തന്നെ എന്താണ് എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് അതിൽ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ക്ലാസ്സസും ഇൻ്റർഫേസസുകളാണ് മെയിൻ ഉണ്ടാവുക. അപ്പം നമ്മൾക്ക് ഇൻവോക്ക് ചെയ്യേണ്ടത് ആഡ് എന്ന് പറഞ്ഞ മെത്തേഡാണെങ്കിൽ ആഡ്, ദെൻ അതിൽ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഇപ്പം 2ഉം 3 ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ പാരാമീറ്റേഴ്സും ആണ് ഇവിടെ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. Okay, XML report and the server returns either a fault or response to the XML response. ഓക്കെ, അപ്പോൾ അതിനൊരു ഇപ്പം സെർവറിൽ എന്തുണ്ടായിരിക്കും? നമ്മളുടെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ് ഉണ്ടായിരിക്കും. സോ ഇവിടെ ക്ലയൻറ്റ് ഈ ആഡും ദെൻ ഏത് മെത്തേഡാണ് ഇൻവോക്ക് ചെയ്യേണ്ടത്, ദെൻ അതിലെ പാരാമീറ്റേഴ്സും ഇവിടെ പാസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻവോക്ക് ചെയ്യും, ദെൻ 2ഉം 3ഉം ഇങ്ങോട്ടെത്തും, ദെൻ 3+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. ആ റിസൾട്ടാണ് റെസ്പോൺസായിട്ട് തിരിച്ച് എങ്ങോട്ട് കിട്ടുന്നത്? സെർവറിന് ക്ലയൻറ്റിലേക്ക് കിട്ടുന്നത്. ഓക്കെ, XML RPC ക്ലയൻറ്റ് സ്പെസിഫൈസ് നമ്മൾ പറഞ്ഞ പോയിന്റ്. ദെൻ XML RPC പാരാമീറ്റേഴ്സ് ആർ സിമ്പിൾ ലിസ്റ്റ് ഓഫ് ടൈപ്സ് ആൻഡ് കണ്ടൻറ്റ് സ്ട്രക്ചർ ആൻഡ് അറേസ് ആർ ദി മോസ്റ്റ് കോംപ്ലക്സ് ടൈപ്സ് അവൈലബിൾ. ഓക്കെ, അപ്പോൾ XML RPCയിൽ നമുക്ക് എന്താണ്, നമുക്ക് ലിസ്റ്റ് ഓഫ് ടൈപ്സ്, അതായത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന സമയത്ത് ആ പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പ്, ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ കോംപ്ലക്സ് ടൈപ്പ് വരുന്നത് നമുക്ക് സ്ട്രക്ചേഴ്സും അറേസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിത്ത് XML RPC ആൻഡ് വെബ് സർവീസസ് however the web become a collection of procedural connections where computers change information along tightly bounded path. Okay,
Then XML RPC may allow to connect different kinds of environment. ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാണ് ഏത് ടൈപ്പ് എൻവിറോൺമെൻറ്റും നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ജാവ ടു ടോക്ക് വിത്ത്, ഇപ്പോൾ ജാവ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത വെബ് സർവീസ് ആണെങ്കിൽ അതിനെന്താ പേൾ, പൈത്തൺ, ASP അങ്ങനെ ഏതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ പറ്റും. ഓക്കെ, ദെൻ XML RPC ടെക്നിക്കൽ അതിൽ ഒരു XML RPC എന്ന് പറയുന്നത് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്താണ്, XML RPC ഡേറ്റ മോഡൽ എന്താണ്, ഡേറ്റ മോഡൽ ഉണ്ടാവുക സെറ്റ് ഓഫ് ടൈപ്സ് ഫോർ യൂസിങ് പാരാമീറ്റേഴ്സ്, റിട്ടേൺ വാല്യൂസ് ആൻഡ് ഫോൾസ് എറർ മെസ്സേജ്. മനസ്സിലായല്ലോ, അതാണ് XML RPC ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ മോഡലിൽ എന്താണ് ഉണ്ടായിരിക്കുക, അതിൽ വരുന്ന ടെക്നിക്കൽ ടേംസ് ആണ് കേട്ടോ. അപ്പോൾ RPC യൂസ് ചെയ്തിട്ട് ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു ഡേറ്റ മോഡൽ, അതാണ് XML RPC ഡേറ്റ മോഡൽ. അതിലെന്തുണ്ടായിരിക്കുക, നമ്മൾ ഇപ്പം ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലാണെങ്കിൽ അതിൽ നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്ത് ടൈപ്പാണ്, ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ, ഓക്കെ അതിൻ്റെ ടൈപ്പ്, യൂസേഴ്സ് ഇൻ പാസിങ് പാരാമീറ്റേഴ്സ്. ദെൻ ആ ആഡ് എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്, ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ, ഓക്കെ. ഇനി അതൊന്നും അല്ല, എന്തെങ്കിലും എറർ മെസ്സേജ് ആണെങ്കിൽ അതാണ് XML RPC ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, റിക്വസ്റ്റ് സ്ട്രക്ചർ ആൻഡ് HTTP പോസ്റ്റ് റിക്വസ്റ്റ് കണ്ടെയ്ൻ ദി മെത്തേഡ് ആൻഡ് പാരാമീറ്റർ ഇൻഫർമേഷൻ. അതായത് നമ്മൾ XML RPC യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് റിക്വസ്റ്റ് അറിയാലോ, പോസ്റ്റും പിന്നെ പോസ്റ്റ് റിക്വസ്റ്റും ഗെറ്റും പോസ്റ്റും ഉണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, ഡിഫോൾട്ടായിട്ട് വരുന്നതാണ് ഗെറ്റ്, പോസ്റ്റ് അറിയാലോ. അതിൻ്റെ ഡിഫറൻസ് എന്താണ്, പോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളുടെ URL എന്താണ്, നമ്മളുടെ URL എന്താണ് http://www. ഇങ്ങനെ ഇതിൽ നമ്മളുടെ പാരാമീറ്റേഴ്സ് എന്താവില്ല, വിസിബിൾ ആവില്ല. ഗെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ അല്ലെങ്കിൽ ആ ഒരു വെബ് പേജിൽ നമ്മൾ എന്തെങ്കിലും വാല്യൂസ് എൻ്റർ ചെയ്താൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂസർ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസർ നെയിം എന്തായിരിക്കും, ഇവിടെ വിസിബിൾ ആയിരിക്കും, ഈ URL വിസിബിൾ ആയിരിക്കും. അതാണ് ഗെറ്റ്. അപ്പം സെൻസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും പാസ് ചെയ്യാൻ ഏത് മെത്തേഡ് യൂസ് ചെയ്യരുത്, ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യരുത്. പോസ്റ്റ് ആവുന്ന സമയത്ത് അത് നമ്മളുടെ URL എന്താവില്ല, വിസിബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ XML RPCയിൽ എന്താണ്, നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് കണ്ടെയ്നിങ് എന്താണ്, പോസ്റ്റ് റിക്വസ്റ്റ് കണ്ടെയ്നിങ് മെത്തേഡ് ആൻഡ് പാരാമീറ്റർ ഇൻഫർമേഷൻ, മെത്തേഡും പാരാമീറ്റർ ഇൻഫർമേഷൻസും കാണും. ഓക്കെ, ഗെറ്റും പോസ്റ്റും അറിയാലോ. അതായത് നമ്മളുടെ HTML ഫോം കൺട്രോൾസ്, നിങ്ങൾ HTML ഫോം എന്ന് പറഞ്ഞ ടാഗ് പഠിച്ചിട്ടില്ലേ? എന്തിനാണ് നമ്മൾ ഈ ഫോം ടാഗ് യൂസ് ചെയ്യുക? സെർവറിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കൺട്രോൾസാണ് നമ്മൾ ഏത് ടാഗിൽ കൊടുക്കുക, ഫോം ടാഗിൽ കൊടുക്കുക. ഓക്കെ, സെർവറിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡുകൾ. ഓക്കെ, ഇപ്പം ഫോമിൽ പോയിട്ട് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അത് സെർവറിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡുകളാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫോം മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്, അതേപോലെ തന്നെ വെറുതെ ഫോം ടാഗാണ് യൂസ് ചെയ്തതെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇവിടെ ഫോമിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, ഗെറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ URL നമ്മളിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, ആ ടെക്സ്റ്റ് ബോക്സിലൊക്കെ എന്താണോ എൻ്റർ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഈ URL കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഫോം ഇത് നിങ്ങൾ പഠിച്ചതല്ലേ HTML, ഫോം മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആണെങ്കിൽ അത് നമുക്ക് എന്തായില്ല, URL നമ്മൾ എന്തൊക്കെ വാല്യൂസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വിസിബിൾ ആവില്ല. ഓക്കെ, then XML RPC what response structure and HTTP response that contains return value or fault information. ഓക്കെ, അപ്പോൾ നമ്മളുടെ റിട്ടേൺ വാല്യൂ, ഇപ്പോൾ നമ്മളൊരു മെത്തേഡ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡിൽ റിട്ടേൺ ചെയ്യുന്ന ആ വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ മെസ്സേജ് ആണെങ്കിൽ ആ ഒരു ഇൻഫോർമേഷനുമാണ് റെസ്പോൺസ് സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സോപ്പാണ്. സോപ്പ് മീൻസ് വാട്ട്, സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ. ഇപ്പോൾ നമ്മളുടെ XML RPC ആവുന്ന സമയത്ത് ഓൺലി പ്രൊസീജിയർ മാത്രമാണ് അവിടെ ഇൻവോക്ക് ആവുന്നുള്ളൂ. സോപ്പ് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു ഡോക്യുമെൻറ്റ് മൊത്തം നമുക്ക് പാസ് ചെയ്യാൻ പറ്റും.
നോട്ട് ഓൺലി പ്രൊസീജിയേഴ്സ്. ഓക്കെ, പ്രൊസീജിയേഴ്സ് മാത്രമല്ല, ഒരു എൻറ്റേർഡ് ഇതിൽ പ്രൊസീജിയേഴ്സും സോപ്പ് വരുന്ന സമയത്ത് പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ എന്താ ഒരു എൻറ്റേർഡ് ഡോക്യുമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും. അതാണ് സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ. ഇതും ഓപ്പൺ സ്റ്റാൻഡേർഡാണ്. ഓക്കെ, SOAP is an open standard XML based messaging protocol for exchanging information among computers. ഓക്കെ, ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. SOAP can extend HTTP for XML messaging. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന SOAP യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് എന്ത്, HTTP. അപ്പോൾ SOAP ഈ HTTPയിൽ വർക്ക് ചെയ്യും, ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. SOAP പ്രൊവൈഡ്സ് ഡേറ്റ ട്രാൻസ്പോർട്ട് ഫോർ വെബ് സർവീസ്. ഓക്കെ, മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്താണ് SOAP എന്ന് പറയുന്നത്. SOAP can exchange complete document or call a remote procedure. ഓക്കെ, അപ്പം SOAPനൊരു കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു റിമോട്ട് പ്രൊസീജിയറിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവോക്ക് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, SOAP can be used for broadcasting a മെസ്സേജ് ബ്രോഡ്കാസ്റ്റിങ്ങിന് SOAP യൂസ് ചെയ്യും. SOAP is the XML way of defining what information sent and how. ഓക്കെ, അപ്പം SOAPൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, അതൊരു XML ബേസ്ഡ് ആണ്. സോ XML യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയും, എന്ത് ഇൻഫോർമേഷൻസ് ആണ് പാസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അതാണ് SOAP പറയുന്നത്. എന്ത് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു, എങ്ങനെ പാസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് SOAPൽ പറയുന്നത്. ഇത് ക്യാരി ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് എന്ത്, HTTP, ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. മനസ്സിലായല്ലോ. അപ്പം SOAP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ, ആ ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത് എന്താണ്, SOAP സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ, അത് HTTP യൂസ് ചെയ്യുന്നുണ്ട്. ഈ SOAPൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെ, എന്ത് മെസ്സേജാണ് പാസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അതാണ് SOAP പ്രോട്ടോക്കോൾ പറയുന്നത്. ഈ ഒരു മെസ്സേജിനെ ക്യാരി ചെയ്യുന്ന ആളാണ് ആര്, HTTP, ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എല്ലാ മെത്തേഡുകളും എഴുതിയിരിക്കുന്നത്, ഓക്കെ, ഒരു സ്ട്രക്ചറൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, XML, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ. എല്ലാം ഓപ്പൺ സ്റ്റാൻഡേർഡാണ്. SOAP enables client application to easily connect to remote service and invoke remote method. Okay, then SOAP message is an ordinary XML document containing the following elements. അപ്പം SOAP നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു XML യൂസ് ചെയ്തിട്ടാണ് അത് റൈറ്റ് ചെയ്യുക. SOAPൽ എന്താണ്, എന്ത് മെസ്സേജ് എങ്ങനെ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് SOAP പറയുന്നത്. ആരാണത് ക്യാരി ചെയ്യുന്നത് സെർവറിലേക്ക്, HTTP പ്രോട്ടോക്കോളാണ് ഈ ഒരു മെസ്സേജിനെ ക്യാരി ചെയ്യുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് XML-ലാണ്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവലപ്പാണ്. ഓക്കെ, ഈ എൻവലപ്പ് എപ്പോഴും എന്താണ്, അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാണിക്കുന്നു. ഓക്കെ, ഡിഫൈൻസ് ദി സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ദി മെസ്സേജ്. അപ്പം SOAP യൂസ് ചെയ്യുമ്പം അതൊരു മാൻഡേറ്ററി ഫീൽഡാണ്. നെക്സ്റ്റ് ഹെഡർ പാർട്ടിൽ എന്താണ്, എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണമെങ്കിൽ, ഓക്കെ, കണ്ടെയ്ൻസ് എനി ഓപ്ഷണൽ അട്രിബ്യൂട്ട്സ് ഓഫ് ദി മെസ്സേജ്, എന്തെങ്കിലും അങ്ങനെ ഓപ്ഷണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പാസ് ചെയ്യണമെങ്കിലാണ് എന്ത് ഹെഡർ പാർട്ട് യൂസ് ചെയ്യുക. യൂസ്ഡ് ഇൻ പ്രോസസ്സിങ് ദി മെസ്സേജ്. അപ്പോൾ ആ ഒരു മെസ്സേജ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓപ്ഷണലായിട്ടുള്ള വാല്യൂസ് എന്തെങ്കിലും പാസ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഓപ്ഷണൽ മെസ്സേജസ് പാസ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഹെഡർ യൂസ് ചെയ്യുക. Either at an intermediary point or ultimate end point, it is an optional element. Okay, the header element can contain information such as എങ്ങനത്തെ ഇൻഫോർമേഷൻസ് ആണ്, authentication credentials which can be used by the calling application. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനത്തതൊക്കെയാണ്, എന്തെങ്കിലും authentication credentials അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പാസ് ചെയ്യണമെങ്കിലാണ് ഹെഡർ പാർട്ട് യൂസ് ചെയ്യുക. ഇത് ഓപ്ഷനിലാണ്, എപ്പോഴും ആവശ്യമില്ല. അങ്ങനെ ഒരു സംഭവം എന്താണ്, ഒരു ആപ്ലിക്കേഷൻ കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓതൻറ്റിക്കേഷനൊക്കെ ക്രെഡൻഷ്യൽസൊക്കെ വേണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഹെഡർ പാർട്ട് യൂസ് ചെയ്യുക. അടുത്തത് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഡേറ്റ. ഓക്കെ, കണ്ടെയ്നിങ് ദി XML ഡേറ്റ കംപ്രൈസിങ് ദി മെസ്സേജ് ബീങ് സെൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ മാൻഡേറ്ററി എലിമെൻറ്റ്. ദെൻ ഫോൾട്ട് എന്ന് പറഞ്ഞ പാർട്ട് എന്താണ്, എന്തെങ്കിലും എറർ മെസ്സേജ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്തു റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, ഒരു എറർ മെസ്സേജ് ആണ്.
ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ടാണ് എന്ത് ഫോൾട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഓപ്ഷണൽ ഫോൾട്ട് എലിമെൻറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ അബൌട്ട് എറേഴ്സ് ദാറ്റ് ഒക്കർ വൈൽ പ്രോസസ്സിംഗ് ദി മെസ്സേജ്. ഓക്കെ, അപ്പം ഇത്രയാണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് വരുന്നില്ല. ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ് സോപ്പ്, അതിലെ മെയിൻ പാർട്ട് എന്തൊക്കെയാണ്. ഓക്കെ, ദെൻ അടുത്തത് WSDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെബ് സർവീസ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. അപ്പം വെബ് സർവീസിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? WSDL. ഈ WSDL-ലാണ് വെബ് സർവീസ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. ഇതിലാണ് നമ്മളെല്ലാം XML ബേസ്ഡ് ആണ്. ഇതിലാണ് നമ്മളുടെ സോപ്പും XML RPCയും എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ജോയിൻ്റ്ലി ബൈ മൈക്രോസോഫ്റ്റ് ആൻഡ് IBM. മൈക്രോസോഫ്റ്റും IBM-ഉം ചേർന്നിട്ടാണ് ഈ WSDL ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ WSDL സ്റ്റാൻഡ്സ് ഫോർ വെബ് സർവീസ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഫോർ ഡിസ്ക്രൈബിംഗ് എ വെബ് സർവീസ്. Okay, WSDL was developed jointly by Microsoft and IBM. Web service description language describes a common set of rules to define the message. Okay, അപ്പം ഇപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് അതിനൊരു റൂളില്ലേ? എന്താണ്? വോയിഡ് വേണം, മെയിൻ വേണം, ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റ്, ദെൻ ഓപ്പൺ ബ്രേസ്, ക്ലോസ് ബ്രേസ്. അത് പറഞ്ഞ പോലെ തന്നെ ഇതും ആ ഒരു എന്താണ് മെസ്സേജ് നമ്മൾ ആ ഒരു വെബ് സർവീസ് റൈറ്റ് ചെയ്യുമ്പം അതിൽ എന്തൊക്കെ റൂൾസ് വേണം, അത്രയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് WSDL പറയുന്നത്. കോമൺ സെറ്റ് ഓഫ് റൂൾസ് ടു ഡിഫൈൻ ദി മെസ്സേജ്, ബൈൻഡിങ്, ഓപ്പറേഷൻസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദി സർവീസ്. WSDL it is a contract to define the interface that the services offers. ഓക്കെ, അപ്പോൾ WSDL നമ്മൾ ആ ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യും. ഇൻ്റർഫേസ് ദാറ്റ് സർവീസ് എന്തൊക്കെ സർവീസസ് ആണ് അത് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഇൻ ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എൻവിറോൺമെൻറ്റ്സ്. ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഇൻ ഡീസെൻട്രലൈസ്ഡ് ആൻഡ് distributed environment. Then WSDL definition describes how to access web service and what operations it will perform. ഓക്കെ, എങ്ങനെയാണ് ഒരു വെബ് സർവീസസ് ആക്സസ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു WSDL പറയും ഈ വെബ് സർവീസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ എന്താണ് ഈ WSDL പറഞ്ഞിരിക്കും. ഓക്കെ, ടു ആക്സസ് ദി വെബ് സർവീസ് ആൻഡ് വാട്ട് ഓപ്പറേഷൻസ് ഇറ്റ് വിൽ പെർഫോം. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഈ വെബ് സർവീസ് പെർഫോം ചെയ്യുന്നത് അതൊക്കെ എന്താണ് ഈ WSDL ഡിസ്ക്രൈബ് ചെയ്തിരിക്കും. WSDL ഈസ് എ ലാംഗ്വേജ് ഫോർ ഡിസ്ക്രൈബിംഗ് ഹൗ ടു ഇൻ്റർഫേസ് വിത്ത് XML ബേസ്ഡ് സർവീസസ്. ഓക്കെ, ദെൻ WSDL ഈസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് വാട്ട്? UDDI. എന്തായിരുന്നു? യൂണിവേഴ്സൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്കവറി ആൻഡ് ഇൻ്റഗ്രേഷൻ ആൻഡ് XML ബേസ്ഡ് വേൾഡ് വൈഡ് ബിസിനസ് രജിസ്ട്രി. ഓക്കെ, അത് UDDI എന്താണെന്നുള്ളത് നമുക്ക് വരുന്നുണ്ട്. WSDL ഈസ് ദി ലാംഗ്വേജ് ദാറ്റ് UDDI യൂസസ്. അപ്പോൾ UDDI യൂസ് ചെയ്യുന്നതാണ് WSDL. അതായത് നമ്മൾ ഏതൊരു വെബ് സർവീസ് നമ്മൾ സെർവറിൽ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു ഏത് വെബ് സർവീസ് ആരാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും എവിടെ ഉണ്ടായിരിക്കും? UDDI എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രജിസ്ട്രി. അതായത് നമ്മളുടെ ടെലിഫോൺ ഡയറക്ടറി പോലെയാണ് ഈ UDDI ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? WSDL യൂസേജ് എന്തൊക്കെയാണ്? WSDL is often used in combination with what? SOAP and XML schema to provide web services over the internet. Okay, a client program connecting to a web service can read the WSDL to determine what functions are available on the server. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ WSDL യൂസ് ചെയ്യുന്നുണ്ട് സോപ്പും XML-ഉം. സോപ്പിൽ എന്തായിരുന്നു പറഞ്ഞത്? എന്ത് മെസ്സേജാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് സോപ്പിൽ പറയുന്നത്. അത് റൈറ്റ് ചെയ്തത് XML യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കുക? ഈ WSDL-ലാണ്. ഓക്കെ, അപ്പം ഈ ഒരു വെബ് സർവീസ് ഇൻ്റർനെറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ WSDL യൂസ് ചെയ്യുന്നത് ഏതാണ്? സോപ്പും XML-ഉം ആണ്. എ ക്ലയൻറ്റ് പ്രോഗ്രാം കണക്റ്റിംഗ് ടു എ വെബ് സർവീസ് ക്യാൻ റീഡ് ദി WSDL. ഓക്കെ, ഒരു ക്ലയൻറ്റ് പ്രോഗ്രാം ഈ വെബ് സർവീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് ഈ WSDL
റീഡ് ചെയ്യാൻ പറ്റും. ടു ഡിറ്റർമിൻ വാട്ട് ഫങ്ഷൻസ് ആർ അവൈലബിൾ ഓൺ ദി സെർവർ. ഓക്കെ, ഏതൊക്കെ ഫങ്ഷൻസ് അവൈലബിൾ ആണ്. എനി സ്പെഷ്യൽ ഡേറ്റ ടൈപ്പ് യൂസ്ഡ് ആർ എംബഡഡ് ഇൻ WSDL ഫയൽ ഇൻ ദി ഫോം ഓഫ് XML സ്കീമ. ഓക്കെ, ഡേറ്റ ടൈപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ XML സ്കീമയിൽ ഈ WSDL വ്യൂ ചെയ്യാൻ പറ്റും. ദി ക്ലയൻറ്റ് ക്യാൻ ദെൻ യൂസ് സോപ്പ് ടു ആക്ച്വലി കോൾ വൺ ഓഫ് ദി ഫങ്ഷൻസ് ലിസ്റ്റഡ് ഇൻ ദി WSDL. ഓക്കെ, അപ്പം സോപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ WSDL എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്, എന്താണ്? ഫസ്റ്റ് വരുന്നത് ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് ദി റൂട്ട് എലിമെൻറ്റ് ഓഫ് ഓൾ WSDL ഡോക്യുമെൻറ്റ്. ഓക്കെ, WSDLൻ്റെ DL ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും റൂട്ട് എലിമെൻ്റ് ആയിട്ട് വരുന്നതാണ് ഡെഫിനിഷൻ എന്ന പാർട്ട്. ഇറ്റ് ഡിഫൈൻസ് ദി നെയിം ഓഫ് ദി വെബ് സർവീസ്. ഓക്കെ, നമ്മളുടെ സെർവറിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ് സർവീസിൻ്റെ പേരെന്താണ്. ഡിക്ലെയർസ് മൾട്ടിപ്പിൾ നെയിം സ്പേസ് യൂസേഴ്സ് ത്രൂ ഔട്ട് ദി റിമൈൻഡർ ഓഫ് ദി ഡോക്യുമെൻറ്റ്. ഓക്കെ, ഏതൊക്കെ നെയിം സ്പേസ് ആണ് യൂസ് ചെയ്തത്. ഇപ്പോൾ നെയിം സ്പേസ് അറിയാലോ, അതായത് നമ്മളുടെ പാക്കേജ് പോലെ ജാവയിൽ നമ്മളെ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യില്ലേ. ഓക്കെ, അതേപോലെ അതിനാണ് നമ്മളിവിടെ നെയിം സ്പേസ് എന്ന് പറയുന്നത്. കാരണം ഇത് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? WSDL ക്രിയേറ്റ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിൽ ഇപ്പം നമ്മളുടെ .NETൻ്റെ കേസൊക്കെ നമ്മൾ പറയുമ്പം അവിടെ ഇപ്പം നമ്മൾ ഇമ്പോർട്ട് java.io അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇമ്പോർട്ട് java.io എന്ന് പറയുമല്ലോ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് പറയുക, ഇവിടെ നമ്മൾ മൈക്രോസോഫ്റ്റ് C# കേസിലൊക്കെ സിസ്റ്റം സിസ്റ്റം ഇപ്പം ജാവയ്ക്ക് പകരം അവിടെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഇപ്പം ഇങ്ങനെയൊരു കേസിന് ഇവിടെ എന്താണ് പറയുക, നെയിം സ്പേസ്. ജാവയിൽ നമ്മൾ ഇതിനെ പാക്കേജ് എന്ന് പറയും. ഓക്കെ, ഇവിടെ നമ്മൾ പറയുക നെയിം സ്പേസ് എന്നാണ്. ഓക്കെ, അപ്പം മൈക്രോസോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ എന്താണ് WSDL ക്രിയേറ്റ് ചെയ്തതിന് ആരാണ്? മൈക്രോസോഫ്റ്റാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിക്ലെയർസ് മൾട്ടിപ്പിൾ നെയിം സ്പേസ് യൂസേഴ്സ് ത്രൂ ഔട്ട് ദി റിമൈൻഡർ ഓഫ് ദി ഡോക്യുമെൻറ്റ് ആൻഡ് കണ്ടെയ്ൻസ് ഓൾ ദി സർവീസ് എലിമെൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഹിയർ. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇപ്പം ഇതാണ് ഒരു WSDL. അപ്പം ഫസ്റ്റ് എന്താണ് പറയുന്നത്, ഡെഫിനിഷനാണ്. ഓക്കെ, ഇപ്പോൾ വെബ് സർവീസ്, ഹലോ സർവീസ് എന്നുള്ളതാണ് നമ്മളുടെ വെബ് സർവീസിൻ്റെ പേര്. ഓക്കെ, ഇതെവിടെയാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു നെയിം സ്പേസ് ആണ് ഇവിടെ പറയുന്നത്. http://www.examples.com/WSDL കണ്ടോ, hello service.WSDL അവിടെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്തൊക്കെ XML സ്കീമ, പിന്നെന്താണ് എന്തൊക്കെ നെയിം സ്പേസ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, സോപ്പ്. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, XML സ്കീമ, XST നെയിം സ്പേസ്. ഓക്കെ, അപ്പം അതാണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിൽ പറയുന്നത്. രണ്ടാമത് എന്താ പറയുന്നത്, ഡേറ്റ ടൈപ്സ്. ദി ഡേറ്റ ടൈപ്സ് ടു ബി യൂസ്ഡ് ഇൻ മെസ്സേജസ് ആർ ഇൻ ദി ഫോം ഓഫ് XML സ്കീമ. എന്തൊക്കെ ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കണ്ടോ, നമുക്ക് മെസ്സേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. നെക്സ്റ്റ് എന്താണ് മെസ്സേജ്. ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ട് ഡെഫിനിഷൻ ഓഫ് ദി ഡേറ്റ. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ഡെഫിനിഷൻ, അതായത് അബ്സ്ട്രാക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ മെസ്സേജുകളാണ്. ഓക്കെ, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഇതിൽ പെർഫോം ചെയ്യുന്നത്, അതായത് എന്താണ് റിക്വസ്റ്റ്, എന്താണ് തിരിച്ചുള്ള റെസ്പോൺസ്. ഓക്കെ, അതിൽ യൂസ് ചെയ്ത പാരാമീറ്റർ ടൈപ്പ് ഏതാണ്, അങ്ങനത്തെ മെസ്സേജസ് ഒക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷനാണ്. ഇറ്റ് ഈസ് ദി അബ്സ്ട്രാക്ട് ഡെഫിനിഷൻ ഓഫ് ദി ഓപ്പറേഷൻ ഫോർ എ മെസ്സേജ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം മെസ്സേജിൽ പറയുന്നത് എന്താ, ഒരു അബ്സ്ട്രാക്റ്റ് ഡെഫിനിഷൻ ഓഫ് ദി ഡേറ്റ. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ഡെഫിനിഷൻ ഓഫ് ദി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റിക്വസ്റ്റ്, ഏത് രീതിയിലാണ്. ഇപ്പം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെസ്സേജ് നെയിം. ഓക്കെ, ഇപ്പം മെസ്സേജ് നെയിം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് റിക്വസ്റ്റ് പോകുന്നത് സേ ഹലോ റിക്വസ്റ്റ്. അപ്പോൾ ഇതിൽ സേ ഹലോ എന്ന് പറയുന്നതാണ് കണ്ടോ. ഓപ്പറേഷൻ നെയിം എന്ന് പറയുന്നത് എന്താണ്, സേ ഹലോ എന്നാണ്. മനസ്സിലായല്ലോ. ഇവിടെ കണ്ടോ, ഇൻപുട്ട് മെസ്സേജിൻ്റെ അതിൻ്റെ ടൈപ്പ് എന്താണ്, ഇൻപുട്ട് മെസ്സേജ് എന്ന് പറയുന്നത് സേ ഹലോ റിക്വസ്റ്റ് ആണ്. ഔട്ട്പുട്ട് മെസ്സേജ് എന്ന് പറയുന്നത് സേ ഹലോ റെസ്പോൺസ് ആണ്. മനസ്സിലായല്ലോ.
ആക്ച്വൽ, അതാണ് ഓപ്പറേഷൻ നെയിം. ആക്ച്വൽ ഓപ്പറേഷൻ നെയിം എന്താണ്? സേ ഹലോ എന്നുള്ളതാണ്. അപ്പോൾ ഈ സേ ഹലോ എന്നുള്ളത് റിക്വസ്റ്റ് ടൈപ്പും ഉണ്ട്, അതായത് ഇൻപുട്ട് ടൈപ്പും ഉണ്ട്, ഔട്ട്പുട്ട് ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? സേ ഹലോ റിക്വസ്റ്റ്. ഓക്കെ, അതാണ് അബ്സ്ട്രാക്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ എന്താണ്? അതേപോലെ സേ റെസ്പോൺസ് കിട്ടേണ്ടത് എന്താണ്? എന്ത് മെസ്സേജാണ്? സേ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസ് അതിന് കിട്ടണം. ഓക്കെ, അതാണ് ഇവിടെ മെസ്സേജ് നെയിം എന്ന് പറയുന്നത്. ആക്ച്വൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ ഹലോ ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ്. ദെൻ എന്താണ് ഇതിൽ പിന്നെ എന്താ പറയുന്നത്? മെസ്സേജിൽ പറയുന്നുണ്ട് ഈ ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാരാമീറ്റർ ടൈപ്പ് എന്താണ്? ഫസ്റ്റ് നെയിം. ഓക്കെ, ദെൻ എന്താണ് അതിൻ്റെ ടൈപ്പ് എന്താണ്? സ്ട്രിങ് ആണ്. ഓക്കെ, സേ ഹലോ. ദെൻ അടുത്തത് എന്താണ്? അതിലുള്ള വാല്യൂ. ദെൻ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്? സ്ട്രിങ് ആണ്. റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായല്ലോ. റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പാരാമീറ്ററായിട്ട് വരുന്നത് ഫസ്റ്റ് നെയിമും ദെൻ അതിൻ്റെ ടൈപ്പും. റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ, അതായത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, ദെൻ എന്താണ് അതിൻ്റെ ടൈപ്പ്. മനസ്സിലായല്ലോ. ഓക്കെ, അതാണ് മെസ്സേജും എന്താ ഡേറ്റ ടൈപ്പ്, മെസ്സേജ്, ഓപ്പറേഷൻ. ഓക്കെ, അടുത്തത് പോർട്ട് ടൈപ്പ്. പോർട്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ട് സെറ്റ് ഓഫ് ഓപ്പറേഷൻ മാപ്പ് ടു വൺ ഓർ മോർ എൻഡ് പോയിൻറ്റ്സ് ഡിഫൈനിങ് ദി കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് ഫോർ എ ബൈൻഡിങ്. ഓക്കെ, അപ്പം പോർട്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പം പോർട്ട് ടൈപ്പ് നെയിം ഈക്വൽ ടു ഹലോ പോർട്ട് ടൈപ്പ്. ഈ ഒരു സേ ഹലോ റിക്വസ്റ്റ് വരുമ്പം അത് ഏത് പോർട്ടിലേക്കാണ് ബൈൻഡ് ചെയ്യേണ്ടത്, അതാണ് ഹലോ പോർട്ട് ടൈപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ ബൈൻഡിങ് നെയിം. അപ്പോൾ ഇവിടെ ബൈൻഡിങ് നെയിം എന്ന് പറയുന്നത് ഒരു നെയിം കൊടുത്തിട്ടുണ്ട്, ഹലോ ബൈൻഡിങ് എന്ന് പറഞ്ഞിട്ട്. ഏത് പോർട്ടിലേക്കാണ് ബൈൻഡ് ചെയ്യേണ്ടത്, അതാണ് ഹലോ പോർട്ട് ടൈപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ പോർട്ട് ടൈപ്പ് നെയിം ഈക്വൽ ടു ഹലോ പോർട്ട് ടൈപ്പ്. അപ്പം ഈ ഹലോ പോർട്ട് ടൈപ്പിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് എന്ത്? സേ ഹലോ. അതിൻ്റെ ഇൻപുട്ട് വരുന്നത് സേ ഹലോ റിക്വസ്റ്റും റെസ്പോൺസ്, അതായത് ഔട്ട്പുട്ട് വരുന്നത് സേ ഹലോ റെസ്പോൺസ്. അത്രയും ഇൻഫോർമേഷനാണ് പോർട്ട് ടൈപ്പിൽ പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഈ ബൈൻഡിങ്ങിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ബൈൻഡിങ്ങിലേക്ക് എന്ന് പറയുന്ന സമയത്ത് അത് ഏത് പോർട്ടിലേക്കാണ് ബൈൻഡ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പം ഹലോ പോർട്ട് ടൈപ്പിലേക്കാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അവിടെയാണ് എന്തുള്ളത്? സേ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പോർട്ട് ടൈപ്പ് ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ട് സെറ്റ് ഓഫ് ഓപ്പറേഷൻ മാപ്പ് ടു വൺ ഓർ മോർ എൻഡ് പോയിൻറ്റ്സ് ഡിഫൈൻ ദി കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് ഫോർ ബൈൻഡിങ്. ദി കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് ആസ് it is abstract can be mapped to multiple transport through various bindings. Okay, next വരുന്നത് binding. It is a concrete protocol and data formats for operations and messages defining for a particular port type. Okay, അതാണ് എന്ത്? ബൈൻഡിങ്. ഓക്കെ, ബൈൻഡിങ്. ഇപ്പം നമ്മളൊരു റിക്വസ്റ്റ് എത്തി കഴിഞ്ഞാൽ അത് ബൈൻഡിങ്ങിൽ വരും. ഇപ്പം ബൈൻഡിങ്ങിലാണ് ആ ഒരു മൊത്തം ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഏത് പോർട്ടിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അപ്പോൾ അതാണ് പറയുന്നത് ഹലോ പോർട്ട് ടൈപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ ഡിസ്ക്രിപ്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഏതാണ് ബൈൻഡിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്? സോ ബൈൻഡിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ RPC ആണ്, റിമോട്ട് പ്രൊസീജിയർ കോളാണ്. ഓക്കെ, ദെൻ എന്താണ് ഓപ്പറേഷൻ നെയിം ഏതാണ് പെർഫോം ചെയ്യേണ്ടത്? സേ ഹലോ എന്നുള്ള ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് കണ്ടോ, സോപ്പ് ബോഡിയിൽ എന്താണ് എൻകോഡിങ് സ്റ്റൈൽ എന്താണ്. അടുത്തത് ഔട്ട്പുട്ടിൽ എന്താണ്? എന്ത് ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പോൾ അതിവിടെ നമ്മളുടെ പോർട്ട് ടൈപ്പിൽ പറയുന്നുണ്ടാവും. അപ്പം സേ ഹലോ റെസ്പോൺസും സേ ഹലോ റിക്വസ്റ്റും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ അതിനനുസരിച്ചിട്ട് നമ്മളുടെ മെസ്സേജ് ഇവിടെ റിക്വസ്റ്റിൽ എന്താണ് ഫസ്റ്റ് നെയിമും സ്ട്രിങ്ങും, ദെൻ റെസ്പോൺസിൽ എന്താണ് അതിനുള്ള ഔട്ട്പുട്ട് വാല്യൂവും, ദെൻ അതിൻ്റെ ടൈപ്പും. ഓക്കെ, അത്രയാണ് നമ്മളുടെ ബൈൻഡിങ്ങിൽ വരുന്നത്. അടുത്ത ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ വെബ് സർവീസിൻ്റെ പേര്. ഇപ്പം നമ്മളുടെ ഹലോ സർവീസ്.
ഓക്കെ, അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർവീസ് നെയിം എന്ന് പറയുന്നത് ഹലോ സർവീസ് ആണ്. എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഡോക്യുമെൻറ്റേഷൻ WSDL ഫയൽ ഫോർ ഹലോ സർവീസ്, ജസ്റ്റ് എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം. ദെൻ പോർട്ട് ബൈൻഡിങ്. ഓക്കെ, ഏത് പോർട്ടിലേക്കാണ് ബൈൻഡ് ചെയ്യേണ്ടത്. നമ്മളുടെ ഇപ്പോൾ ഹലോ ബൈൻഡിങ് കാണുന്ന സമയത്ത് എന്താണ്, നേരെ എവിടെ പോവും, നമ്മളുടെ ബൈൻഡിങ് നെയിമിൽ പോവും. ഓക്കെ, അപ്പോൾ ഹലോ ബൈൻഡിങ്, അപ്പോൾ അത് ഏത് പോർട്ടിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഹലോ പോർട്ട് ടൈപ്പിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ സോപ്പ് അഡ്രസ് ലൊക്കേഷൻ, അപ്പോൾ സേ ഹലോ ഉള്ള ലൊക്കേഷൻ എവിടെയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എവിടെ പറയുന്നത്, സർവീസിൽ പറയുന്നത്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് എൻഡ് പോയിൻറ്റ്സ് encompassing the services definition in the file. The service map the binding to the port and include any extensibility definition. ഓക്കെ, അപ്പോൾ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് സർവീസിൽ പോവും. അപ്പോൾ എന്താണ് സർവീസ് നെയിം എന്നുള്ളത് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എങ്ങോട്ടാണ് ബൈൻഡ് ചെയ്യേണ്ടത്, ഏത് പോർട്ടിലേക്കാണ് എന്നുള്ളതൊക്കെ, ദെൻ ഏത് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതൊക്കെ ഈ സർവീസിൽ നിന്ന് കിട്ടും. ഓക്കെ, അതനുസരിച്ചിട്ടാണ് മുകളിലത്തെ വർക്കിംഗ് ഒക്കെ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ലാസ്റ്റ് വൺ എന്താണ്, UDDI. UDDI മീൻസ് വാട്ട്, യൂണിവേഴ്സൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്കവറി ആൻഡ് ഇൻറ്റഗ്രേഷൻ. നമ്മളുടെ ഒരു ടെലിഫോൺ ഡയറക്ടറി പോലെയാണ് UDDI ആക്ട് ചെയ്യുന്നത്. UDDI ഈസ് ആൻ XML ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഡിസ്ക്രൈബിംഗ് പബ്ലിഷിംഗ് ആൻഡ് ഫൈൻഡിങ് വെബ് സർവീസസ്. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞതാണ്, എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു, ഫൈൻഡ് വെബ് സർവീസസ് ഫൈൻഡ് ചെയ്യും. UDDI യൂസസ് വെബ് സർവീസ് ഡെഫിനിഷൻ ലാംഗ്വേജ് WSDL ടു ഡിസ്ക്രൈബ് ഇൻ്റർഫേസ് ടു ദി വെബ് സർവീസ്. Okay, UDDI is an open industry initiative enabling business to discover each other and define how they interact over the internet. Then UDDI has two sections. It is act like a phone book. എന്താണ്, a registry of all web service metadata. ഇതിലുണ്ടായിരിക്കുക ഒരു മെറ്റാഡേറ്റ, അതായത് ഈ വെബ് സർവീസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ, അതാണ് registry of all web service metadata including a pointer to the WSDL description of a service. ഓക്കെ, അപ്പോൾ ഈ ഇപ്പം ഒരു പുതിയൊരു വെബ് സർവീസ് ഇതിൽ നമ്മളെ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണ് ഈ UDDIയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഓക്കെ, then and a set of WSDL port type definition for manipulating and searching that registry. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കുക. UDDI ഈസ് എ ഡയറക്ടറി ഫോർ സ്റ്റോറിങ് ഇൻഫർമേഷൻ അബൌട്ട് വെബ് സർവീസ്. ഇപ്പം വെബ് സർവീസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ത്, UDDI എന്ന് പറയുന്നത്. UDDI ഈസ് എ ഡയറക്ടറി വെബ് സർവീസ് ഇൻ്റർഫേസ് ഡിസ്ക്രൈബ്ഡ് ബൈ WSDL. UDDI communicate via SOAP. UDDI built into Microsoft.NET പ്ലാറ്റ്ഫോം. ഓക്കെ, അത് Microsoft.NET പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഡസ്ട്രി പബ്ലിഷ്ഡ് ആൻഡ് UDDI സ്റ്റാൻഡേർഡ് ഫോർ ഫ്ലൈറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പബ്ലിഷ് ചെയ്യുകയാണ് അവരൊരു വെബ് സർവീസ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഫ്ലൈറ്റ് റേറ്റ് ചെക്കിംഗ് ആൻഡ് റിസർവേഷൻ. ഫ്ലൈറ്റ് റേറ്റ് ചെക്ക് ചെയ്യുക, ദെൻ റിസർവേഷൻ. എയർലൈൻസ് കുഡ് രജിസ്റ്റർ ദ സർവീസസ് ഇൻ ടു. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അവരെവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും, UDDIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അതിനുശേഷം എന്താണ്, ട്രാവൽ ഏജൻസീസ് കുഡ് ദെൻ സെർച്ച് ദി UDDI ഡയറക്ടറി ടു ഫൈൻഡ് ദി എയർലൈൻസ് റിസർവേഷൻ ഇൻ്റർഫേസ്. ഓക്കെ, അപ്പം എന്താണ്, അപ്പം ഒരു എയർലൈൻ അവരുടെ ഒരു വെബ് സർവീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എവിടെ കൊടുത്തിട്ടുണ്ടാവും, UDDIയിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ തന്നെ ട്രാവൽ ഏജൻസീസ് UDDI യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ ഒരു ഇൻ്റർഫേസ് കിട്ടും. When the interface is found, the travel agency can communicate with the service immediately because it uses a well-defined reservation interface. Okay, so UDDI business registry system consists of 3 directories. 3 directories ആണ് അതിൽ വരുന്നത്. എന്തൊക്കെയാണ്, UDDI white page, UDDI yellow page, UDDI green pages. white pagesൽ എന്താ ഉള്ളത്, basic information such as ഇപ്പോൾ ഏത് കമ്പനിയാണ്, കമ്പനീൻ്റെ അഡ്രസ്സ് എന്താണ്, അവരുടെ ഫോൺ നമ്പർ എത്രയാണ്, ഓക്കെ, അങ്ങനത്തെ ഉള്ള എല്ലാ ഡീറ്റെയിൽസുമാണ്
എവിടെ ഉണ്ടാവുക? UDDI വൈറ്റ് പേജിൽ. അപ്പം ഒരാൾ വെബ് സർവീസ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഇൻഫോർമേഷൻസ് മൊത്തം എവിടെ കിട്ടും? UDDIയിൽ കിട്ടും. ഓക്കെ, ദെൻ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ UDDIന്ന് എന്ത് ചെയ്യാം? ഇൻഫോർമേഷൻസ് കിട്ടും, ഏത് കമ്പനിയാണ്. അപ്പോൾ ദെൻ ഇതൊക്കെ വെച്ചിട്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ദെൻ അടുത്തത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മൾ എത്രയാണോ ക്യാഷ് അതിനുള്ള എമൗണ്ട്, ഇപ്പോൾ നമുക്ക് ഈ വെബ് സർവീസ് വേണം, അപ്പോൾ അതിനുള്ള ചിലത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, ചിലത് നമ്മൾ എമൗണ്ട് പേ ചെയ്യും. അപ്പോൾ എന്താണ്, അപ്പോൾ എമൗണ്ടൊക്കെ പേ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവർ നമുക്ക് ഈ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഈ WSDL അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. WSDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലൊക്കേഷൻ HTTP ആ ഒരു സംഭവം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ദെൻ UDDI യെല്ലോ പേജസ്, ഡീറ്റെയിൽഡ് ബിസിനസ് ഡേറ്റ ഓർഗനൈസ്ഡ് ബൈ റെലവൻറ്റ് ബിസിനസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതായത് എന്തൊക്കെ ഡേറ്റയാണ് ആ ഒരു മൊത്തം ഇൻഫോർമേഷൻ ഈ യെല്ലോ പേജിലാണ് സ്റ്റോർ ചെയ്തിരിക്കുക. അടുത്തത് UDDI ഗ്രീൻ പേജ്, ഇൻഫോർമേഷൻ അബൌട്ട് കമ്പനീസ്. അപ്പോൾ അതായത് കമ്പനി അപ്പോൾ ഈ കമ്പനി എന്തൊക്കെ പ്രോസസ്സിങ്, ആ ഒരു കീ ബിസിനസ് പ്രോസസ്സ് അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്, ഓക്കെ .NET ആണോ ജാവയാണോ ഏതാണ്, എന്തൊക്കെ പ്രോഗ്രാംസാണിത് എന്താ പറയുക സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സർവീസ് എന്താണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അതാണ് പർച്ചേസിങ് മെത്തേഡ്സ്. പിന്നെ ഷിപ്പിംഗ് ആൻഡ് ബില്ലിംഗ് റിക്വയർമെൻറ്റ്സ് ആൻഡ് അതർ ഹൈ ലെവൽ ബിസിനസ് പ്രോട്ടോക്കോൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ കിട്ടും? ഗ്രീൻ പേജിൽ കിട്ടും. ഓക്കെ, അടുത്തത് വെബ് സർവീസ് സെക്യൂരിറ്റി ആണ്. വെബ് സർവീസ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ നെറ്റ്വർക്കിലൊക്കെ പഠിച്ച സെയിം, ഇത് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതിയാൽ മതി. കോൺഫിഡൻഷ്യാലിറ്റി, ഓതൻറ്റിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി, നമ്മളെ നെറ്റ്വർക്കിങ്ങിൽ പഠിച്ച സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം കോൺഫിഡൻഷ്യാലിറ്റി, നമ്മളുടെ ആ ഒരു കോൺഫിഡൻഷ്യലാണോ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, XML, RPC ആൻഡ് സോപ്പ് റൺ HTTPയിലാണ്. സോ SSL സെക്യൂർ സോക്കറ്റ് ലെയർ യൂസ് ചെയ്തിട്ട് എന്താണ് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആ ഒരു സംഭവമാണ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ പറയുന്നത്. ദെൻ ഓതൻറ്റിക്കേഷൻ. ഓക്കെ, എന്താണ് ഈ ഒരു വെബ് സർവീസ് ആക്സസ് ചെയ്യുന്നത് ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂസറാണോ, ഏത് യൂസറാണ്, ആ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് നമ്മളുടെ ഓതൻറ്റിക്കേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന എന്താണ് സെക്യൂരിറ്റി അസേർഷൻ മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഈസ് ആൻ ഓപ്പൺ ഫോർ എക്സ്ചേഞ്ചിങ് ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ ബിറ്റ്വീൻ പാർട്ടീസ്. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, ഇത് അസൈൻമെൻറ്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ മൊഡ്യൂൾ 2 വരുന്നത്.